ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിന് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാവുന്നതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഇമോജീസ് വെച്ചിട്ട് ആ ഒരു മെസ്സേജിന് നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ നമുക്ക് ഇമോജീസ് വെച്ചിട്ട് ഒരു മെസ്സേജിന് റിയാക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ചാറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും കോൺടാക്ട്സ് ആയിട്ടുള്ള ചാറ്റ് സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ചാനലോ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ വേറൊരാളയച്ച മെസ്സേജിനോട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നമുക്ക് കുറച്ച് ഇമോജീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇമോജി വെച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇമോജി സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ ആ ഒരു ഇമോജി കാണാൻ പറ്റും. ഇനി നമ്മൾ അയച്ചിട്ടുള്ള ആ ഒരു റിയാക്ഷൻസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു റിയാക്ഷൻ പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഒരു മെസ്സേജിന് നമുക്ക് റിയാക്ട് ചെയ്യാവുന്നതാണ്. ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.